നമ ശിവായ. മനുഷ്യ ശരീരമെടുത്ത ഈശ്വരരൂപം. മനുഷ്യജന്മം അനന്തമായ സാധ്യതകൾ ഉള്ളതാണ്. കേവലം പക്ഷിമൃഗാദികളെ പോലെ ജനിച്ചു മരിക്കാനുള്ളതല്ല മനുഷ്യജന്മം. നേരെ മറിച്ച് പരമമായ പരിപൂർണാവസ്ഥയെ പ്രാപിക്കുവാനുള്ള അവസരമാണ്. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈ പരിപൂർണത നേടിയെടുക്കാനാണ്. എന്തൊക്കെയോ കുറവുകൾ നമുക്കുള്ളിൽ തോന്നുന്നു. ആ കുറവുകൾ പരിഹരിക്കാൻ നാം ജീവിതം മുഴുവൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കുറവുകൾ നികത്താനുള്ള ശ്രമമാണ് വാസ്തവത്തിൽ ജീവിതം. പക്ഷേ കുറവുകൾ നികത്താൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കുറയുന്നതായി മനുഷ്യൻ അറിയുന്നു. ജനനം മുതൽ മരണം വരെ ഈ പ്രയാണത്തിലാണ്. കുറവുകൾ നികത്തുവാൻ കുഞ്ഞായിരിക്കുമ്പോൾ കളികളിൽ മുഴുകി കഴിയുന്നു. ആ കാലത്തും കുറവുകൾ അനുഭവപ്പെടുന്നു. സന്തോഷം തേടി ആ കുറവുകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു കളികളിലൂടെ. പിന്നീട് അറിവ് നേടിയാൽ കുറവ് തീരും എന്നറിയുന്നു. തൊഴിൽ നേടിയാൽ കുറവ് തീരും എന്നു കരുതുന്നു. അതു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചാൽ കുറവ് തീരും എന്ന് വിചാരിക്കുന്നു. കുഞ്ഞുങ്ങളുണ്ടായാൽ കുറവ് തീരും എന്ന് കരുതുന്നു. അങ്ങനെ പൂർണ്ണനാകാനുള്ള പരിശ്രമം ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ പരിപൂർണതയെ പ്രാപിക്കാനാകാതെ, ഒരിക്കലും സംതൃപ്തി നേടാനാകാതെ അപൂർണനായി മരിച്ചു പോകുന്നു. അതിനുള്ളതല്ല മനുഷ്യന്റെ ജീവിതം. ഓരോ നിമിഷവും ആസ്വാദ്യമാക്കി മാറ്റാനുള്ള രഹസ്യങ്ങളാണ് അമ്മയെ പോലെയുള്ള മഹാത്മാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അമ്മ പറയാറുള്ളൊരു കഥയുണ്ട്. തെരുവീതിയിൽ യാചിച്ചു നടക്കുന്ന ഒരു യാചകന്റെ അടുത്ത് ഒരു രഥം വന്നു നിൽക്കുന്നു. പടയാളികൾ യാചകനെ വലിച്ചിഴച്ച് രഥത്തിൽ കയറ്റുന്നു. അയാൾ വാവിട്ടു കരയുന്നു. എന്തിനാണ് നിരപരാധിയായ എന്നെ നിങ്ങൾ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്? അവർ ഉത്തരമൊന്നും പറഞ്ഞില്ല. യാചകനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നൊരു പക്ഷേ അവർക്ക് തോന്നിയിരിക്കാം. രഥം നേരെ പോയത് കൊട്ടാരത്തിലേക്കാണ്. രാജകൊട്ടാരത്തിന്റെ മുന്നിൽ ഇറങ്ങിയപ്പോൾ യാചകൻ അത്ഭുതപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു. യാചകനെ സ്വീകരിച്ച് അവർ കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പരിചാരകർ യാചകനെ പ്രത്യേകം കുളിമുറിയിൽ കൊണ്ടുപോയി ചൂടുവെള്ളത്തെ കുളിപ്പിച്ചു രാജകീയ വസ്ത്രങ്ങൾ അണിയിക്കുന്നു. അപ്പോഴും യാചകൻ അത്ഭുതത്തോടെ ചോദിച്ചു, എന്താണിതെല്ലാം? എന്താണ് സംഭവിക്കുന്നത്? അവർ ഉത്തരം പറഞ്ഞില്ല. അവസാനം രാജകീയ വസ്ത്രങ്ങൾ അണിയിച്ച് യാചകനെ രാജാവിൻ്റെ അടുത്തെത്തിക്കുന്നു. രാജാവ് തൻ്റെ കിരീടം യാചകന്റെ ശിരസിൽ വച്ചു കൊടുത്തിട്ട് പ്രഖ്യാപിക്കുന്നു, എൻ്റെ അനന്തരാവകാശിയായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്നു മുതൽ ഇദ്ദേഹമാണ് നിങ്ങളുടെ രാജാവ്. അപ്പോഴും യാചകന് കഥയൊന്നും മനസ്സിലായില്ല. അപ്പോൾ രാജാവ് ആ കഥ അവനെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. പണ്ട് ഈ കൊട്ടാരത്തിൽ നിന്നും എനിക്ക് നഷ്ടമായ എൻ്റെ മകൻ തന്നെയാണ് യാചകനായ നീ. ഒരു യുദ്ധത്തിൻ്റെ അവസരത്തിൽ രാജാവിന് തൻ്റെ പുത്രനെ നഷ്ടമായി. രാജ്യം മുഴുവൻ തിരഞ്ഞിട്ടും പുത്രനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. രാജാവിന് വാർദ്ധക്യം ബാധിച്ചപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ആളുകളെ വിട്ട് അന്വേഷിപ്പിച്ചപ്പോൾ രാജാവ് പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ എല്ലാം ഒത്തുകണ്ടത് ഈ യാചകനിലാണ്. അങ്ങനെയാണ് ഈ യാചകൻ രാജാവായത്. അങ്ങനെ രാജസിംഹാസനത്തിൽ ഇരുന്ന് രാജപദവിയുടെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ ഒരിക്കൽ യാചകനായിരുന്ന ആ രാജാവിൻ്റെ മനസ്സിൽ ഒരാഗ്രഹം തോന്നി. ഈ രാജകീയ വസ്ത്രങ്ങളൊക്കെ ഒന്ന് അഴിച്ചുവെച്ച് യാചകന്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചും കൊണ്ട് പണ്ട് യാചിച്ചു നടന്നിരുന്ന ആ തെരുവുകളിലൂടെ ഇപ്പോൾ നടന്നാൽ എങ്ങനെയിരിക്കും? രാജാവ് തൻ്റെ രാജകീയ വസ്ത്രങ്ങളൊക്കെ മാറ്റി തൻ്റെ പഴയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പണ്ട് യാചിച്ചു നടന്ന ആ വീതിയിലൂടെ ഒന്ന് നടന്നു. ഇപ്പോൾ ഒരു വ്യത്യാസം. പണ്ട് നടന്നതുപോലെയല്ല ഇപ്പോൾ നടക്കുന്നത്. പണ്ട് യാചിച്ചു നടക്കുമ്പോൾ ഓരോ വീടിനു മുന്നിൽ ചെല്ലുമ്പോഴും ചിലർ നാണയങ്ങൾ വാരി എറിഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു.
അതേപോലെ മറ്റു സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആളുകൾ കഥകടയ്ക്കും. ചിലർ ശകാര വാക്കുകൾ പറയും, നിന്ദിക്കും, കല്ലുകൾ പൊറുക്കി എറിയും, അപമാനിക്കും. അപ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യാസം. നാണയത്തുണ്ടുകൾ ഏറെ കിട്ടിയിട്ടും പ്രത്യേകിച്ചൊരു സന്തോഷവും തോന്നിയില്ല. കാരണം താൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണെന്ന് ഉള്ളിൽ അറിയാം. വിലമതിക്കാനാവാതെ രത്നശേഖരം എൻ്റെ ഖജനാവിലുണ്ട് എന്ന് അദ്ദേഹത്തിനറിയാം. ഇപ്പോഴും ചിലർ കതകുകൾ കൊട്ടിയടച്ചു, ചിലർ നിന്ദിച്ചു, ശകാരവാക്കുകൾ പറഞ്ഞു. പക്ഷേ രാജാവിന് ചിരി വന്നു. പാവങ്ങൾ, അവർക്കറിയില്ലല്ലോ ഞാൻ രാജാവാണെന്ന്. ആളുകൾ നിന്ദിച്ചപ്പോഴും അവരോട് വിരോധമൊന്നും തോന്നിയില്ല. അതൊക്കെ ആസ്വദിച്ചു. അതേപോലെ ചിലർ നാണയത്തുണ്ടുകൾ ഏറെ കൊടുത്തപ്പോഴും അവരോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും തോന്നിയില്ല. നാണയത്തുണ്ടുകൾക്ക് വിലയുള്ളതായിട്ട് രാജാവിന് തോന്നിയതുമില്ല. യാചകനായിരുന്ന രാജാവ് യാചക വേഷം കെട്ടി എല്ലായിടത്തും കറങ്ങി നടക്കുമ്പോൾ അയാൾ തന്നെയാണ് ആ രംഗങ്ങൾ ശരിക്ക് ആസ്വദിക്കുക. ഇതേപോലെയാണ് അമ്മയെപ്പോലെയുള്ള മഹാത്മാക്കൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഈശ്വരനാണെന്ന് അറിഞ്ഞും കൊണ്ട് മനുഷ്യ ശരീരമെടുത്ത് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അത് അത്യധികം ആസ്വാദ്യമാണ്. അവരെയാണ് നമ്മൾ അവതാര പുരുഷന്മാർ എന്ന് പറയുന്നത്. ഹരി ഓം നമഃ ശിവായ.